ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. വരുന്ന LDC 2024, LGS 2024 എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ള സിലബസ് പ്രകാരമുള്ള ഫ്രീ ക്ലാസ്സുകൾ നമ്മുടെ ചാനലിലൂടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു ദിവസം 6 ക്ലാസ്സുകൾ വെച്ചാണ് നമ്മൾ നൽകുന്നത്. കാലത്ത് 6 മണിക്കും 9 മണിക്കും SCRT ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ് ആണ്. അപ്പോൾ നമ്മളിപ്പോൾ ഓൾറെഡി ഇന്ത്യൻ ഹിസ്റ്ററി, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. 9 മണിക്ക് സയൻസിനെ ബേസ് ചെയ്തിട്ടുള്ള SCRT ചെയ്യുന്നുണ്ട്. 12 മണിക്ക് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. അത് നമ്മൾ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആവാറായിട്ടുണ്ട്. അത് തീർന്നാൽ ഉടനെ തന്നെ 12 മണിക്ക് നമ്മൾ എക്കണോമിക്സിൻ്റെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. അത് കഴിഞ്ഞ് 3 മണിക്ക് ഇംഗ്ലീഷ്, മാത്സ്, മലയാളം. അത് ഒരാഴ്ച 3 കൂടെ കവറാകുന്ന രീതിയിലാണ്. 2 ദിവസം ഇംഗ്ലീഷ്, 2 ദിവസം മാത്സ്, 2 ദിവസം മലയാളം. ദെൻ രാത്രി 8 മണിക്ക് PYQ ഡിസ്കഷനാണ്. നമ്മൾ കാലത്ത് 6 മണിക്കും 9 മണിക്കും 12 മണിക്കും എന്തൊക്കെ കാര്യങ്ങളാണോ പഠിക്കുന്നത് ആ ഭാഗങ്ങളിൽ നിന്നും PSC മുൻ വർഷങ്ങളിൽ ചോദിച്ച ചോദ്യങ്ങൾ, മുൻ വർഷങ്ങൾ എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് 2021, 22, 23, 24 വർഷങ്ങളിൽ PSC ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ നമ്മൾ മോക്ക് ടെസ്റ്റിന്റെ രൂപത്തിൽ ലൈവായിട്ട് ചെയ്യുന്നു 8 മണിക്ക്. പിന്നെ രാത്രി 10:30 എക്സ്പെക്റ്റഡ് കറണ്ട് അഫയേഴ്സിന്റെ ക്ലാസ് ആണ്. വരുന്ന എല്ലാ എക്സാംസിനും യൂസ്ഫുൾ ആവുന്ന എക്സ്പെക്റ്റഡ് കറണ്ട് അഫയേഴ്സ്, ചെറിയ കോഡ്സും കണക്ഷൻസ് ഒക്കെ യൂസ് ചെയ്തിട്ട് ലൈവായിട്ട് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ 2 ലൈവ് ക്ലാസ്, 4 റെക്കോർഡഡ് ക്ലാസ്, അങ്ങനെ ടോട്ടൽ 6 ക്ലാസ് ആണ് നിങ്ങൾക്ക് ഒരു ദിവസം ലഭിക്കുന്നത്. അപ്പം മാക്സിമം ക്ലാസ്സുകൾ കണ്ട് പ്രയോജനപ്പെടുത്തുക. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ നോട്ട്സ് തയ്യാറാക്കിയിട്ട് തന്നെ പഠിക്കണം. ആദ്യമായിട്ട് കാണുന്നവരുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഫസ്റ്റ് തൊട്ട് ഫോളോ ചെയ്ത് വരണം. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. കാരണം ഓരോ ദിവസത്തെയും ഡേറ്റ് ഇട്ട് ഓരോ ദിവസം എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കണം എന്ന് തുടങ്ങുന്ന ഇൻസ്ട്രക്ഷൻസ് മുതൽ നിങ്ങൾക്കുള്ള PDF വരെ നമ്മൾ ടെലഗ്രാമിലാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ടെലഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിൽ ഫസ്റ്റ് കമൻ്റ് ആയിട്ടും കൊടുത്തേക്കാം. ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഉടനെ തന്നെ ജോയിൻ ചെയ്യുക. പിന്നെ നമ്മുടെ ക്ലാസ്സൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ ഇപ്പോൾ തന്നെ. ഓക്കെ, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാവുന്നതാണ്. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ മാക്സിമം ക്ലാസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടെ ശ്രമിക്കുക. ഓക്കെ, അപ്പം നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലോട്ട് കിടക്കാം. നമ്മളിപ്പോൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ സ്ട്രക്ചർ ഓഫ് ഗവൺമെൻറ് ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ സംസ്ഥാന കാര്യനിർവഹണ വിഭാഗം എന്ന് പറയുന്ന ഭാഗത്ത് ഗവർണറെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചു. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് മുഖ്യമന്ത്രിയെ കുറിച്ചാണ്, CMനെ കുറിച്ചാണ് പഠിക്കാനായിട്ട് പോകുന്നത്. മുഖ്യമന്ത്രി. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. മുഖ്യമന്ത്രിയെ കുറിച്ച് പറയുന്നതിന് മുൻപ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഗവർണറെ കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞു സംസ്ഥാന ഗവൺമെന്റിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭാഗം എത്രയാണെന്ന് പറഞ്ഞു. സംസ്ഥാന ഗവൺമെന്റിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭാഗം 6. ഭാഗം 6ലാണ് സംസ്ഥാന ഗവൺമെന്റിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത് എന്ന് പറഞ്ഞു. ആർട്ടിക്കിൾ 152 മുതൽ 237 വരെ അല്ലേ, കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. അപ്പോൾ ആർട്ടിക്കിൾ 152 മുതൽ 237 വരെ ഭാഗം 6ലാണ് സംസ്ഥാന ഗവൺമെന്റിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം നമ്മുടെ മുഖ്യമന്ത്രിയെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 163 ആണ്. ആർട്ടിക്കിൾ 163ലാണ് മുഖ്യമന്ത്രിയെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസം രാഷ്ട്രപതി പഠിച്ചു, പ്രധാനമന്ത്രി പഠിച്ചു. അപ്പോൾ നമ്മളൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. രാഷ്ട്രപതി എന്ന് പറയുന്നത് ഡീച്വർ ഹെഡാണ്, നാമമാത്രമായ അധികാരമാണ് രാഷ്ട്രപതിക്കുള്ളത്. എന്നാൽ പ്രധാനമന്ത്രി ഡിഫാക്റ്റോ ഹെഡാണ്. യഥാർത്ഥ അധികാരം മുഴുവൻ ആർക്കാണുള്ളത്? പ്രധാനമന്ത്രിക്കാണുള്ളത് എന്ന് പറഞ്ഞു അല്ലേ. അതേപോലെ തന്നെയാണ് സംസ്ഥാനത്തോട്ട് വരുമ്പോൾ ഗവർണർ, കഴിഞ്ഞ ദിവസം പഠിച്ചല്ലോ, സംസ്ഥാന കാര്യനിർവഹണ വിഭാഗത്തിന്റെ തലവൻ, എക്സിക്യൂട്ടീവ് ഹെഡ് എന്ന് പറയുന്നത് ഗവർണറാണ്. പക്ഷെ അദ്ദേഹം ഡീജ്വർ ഹെഡാണ്, നാമമാത്രമായ അധികാരമേ ഉള്ളൂ. യഥാർത്ഥ അധികാരം മുഴുവൻ ആർക്കുള്ളതാണ്? അല്ലെങ്കിൽ ഡിഫാക്റ്റോ ഹെഡ് എന്ന് പറയുന്നത് ആരാണ് സംസ്ഥാനത്ത്? മുഖ്യമന്ത്രിയാണ്. ഓക്കെ, അപ്പോൾ ആർട്ടിക്കിൾ 163 മുഖ്യമന്ത്രിയെ കുറിച്ച് എങ്ങനെയാണ് പ്രതിപാദിക്കുന്നത് എന്ന് ചോദിച്ചാൽ സംസ്ഥാനത്ത് ഗവർണറെ ഭരണകാര്യങ്ങളിൽ സഹായിക്കുന്നതിനും ഉപദേശിക്കുന്നതിനുമായിട്ട് ഒരു മന്ത്രിസഭയുണ്ടായിരിക്കും. ആ മന്ത്രിസഭയുടെ തലവൻ മുഖ്യമന്ത്രി ആയിരിക്കും എന്നാണ് പറയുന്നത്. പ്രധാനമന്ത്രിയെ നമ്മൾ നിർവചിച്ചതുപോലെ അവിടെ എന്ത് പറഞ്ഞു? രാഷ്ട്രപതിയെ ഭരണകാര്യങ്ങളിൽ സഹായിക്കുന്നതിനും ഉപദേശിക്കുന്നതിനുമായിട്ടൊരു മന്ത്രിസഭയുണ്ടായിരിക്കും. ആ മന്ത്രിസഭയുടെ തലവൻ പ്രധാനമന്ത്രിയായിരിക്കും എന്ന് നമ്മൾ പഠിച്ചില്ലേ. അതേപോലെ തന്നെ സംസ്ഥാനത്തോട്ട് വരുമ്പോൾ ഗവർണറെ ഭരണകാര്യങ്ങളിൽ സഹായിക്കുന്നതിനും ഉപദേശിക്കുന്നതിനുമായിട്ട് ഒരു മന്ത്രിസഭയുണ്ടായിരിക്കും. ആ മന്ത്രിസഭയുടെ തലവൻ എന്ന് പറയുന്നത് ആരായിരിക്കും? മുഖ്യമന്ത്രി ആയിരിക്കും എന്നാണ് ആർട്ടിക്കിൾ 163 പറയുന്നത്. സോ നമുക്ക് പറയാം മുഖ്യമന്ത്രി എന്ന് പറയുന്നത് ഡിഫാക്റ്റോ ഹെഡാണ്. യഥാർത്ഥ അധികാരം മുഖ്യമന്ത്രിക്കാണ്. ഗവർണർക്ക് രാഷ്ട്രപതിയുടേതുപോലെ തന്നെ ഡീജ്വർ ഹെഡാണ്, നാമമാത്രമായ അധികാരം മാത്രമേ ഉള്ളൂ എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഇനി അടുത്തത് ആർട്ടിക്കിൾ
ആർട്ടിക്കിൾ 164 ആർട്ടിക്കിൾ 164 പറയുന്നത് കുറച്ചധികം കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒന്ന്, മുഖ്യമന്ത്രിയെ നിയമിക്കുന്നത് ആര്? മുഖ്യമന്ത്രിയെ നിയമിക്കുന്നത് ആരാണ്? ഗവർണറാണ്. അതിനെക്കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ 164. അപ്പോൾ മുഖ്യമന്ത്രിയെ നിയമിക്കുന്നത് ഗവർണറാണെന്ന് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 164. ഇനി മുഖ്യമന്ത്രിയുടെ കാലാവധി എത്ര? അതിനെക്കുറിച്ചും 164 പറയുന്നത്. മുഖ്യമന്ത്രിയുടെ കാലാവധി സാധാരണഗതിയിൽ 5 വർഷമാണ്. എന്നാൽ ഭരണഘടനയിൽ പ്രതിപാദിക്കുന്നത് പ്രകാരം ഗവർണർക്ക് താല്പര്യമുള്ളിടത്തോളം കാലമാണ്. മുഖ്യമന്ത്രിയുടെ കാലാവധി എന്ന് പറയുന്നത് ഗവർണർക്ക് താല്പര്യമുള്ളിടത്തോളം കാലമാണ് ഉണ്ടായിരിക്കുക. ഇനി ഈ മുഖ്യമന്ത്രിമാരെയും മറ്റു മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്യുന്നത് ആരുടെ മുമ്പിലാണ്? മുഖ്യമന്ത്രിമാരും മറ്റു മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്യുന്നത് ആരുടെ മുമ്പിലാണ്? അതും ഗവർണറുടെ മുമ്പിലാണ്. സത്യപ്രതിജ്ഞ ചെയ്യുന്നത് ഗവർണറുടെ മുമ്പിലാണ് എന്ന് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 164. അതേപോലെ തന്നെ സംസ്ഥാന മന്ത്രിസഭയുടെ കൂട്ടുത്തരവാദിത്തം എന്ന് പറയുന്നത് ആരോടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സംസ്ഥാന നിയമസഭയോടാണ് എന്ന് പറയുന്നതും ആർട്ടിക്കിൾ 164. നമ്മൾ അവിടെ ഒരു കാര്യം പഠിച്ചിട്ടുണ്ടായിരുന്നു. മന്ത്രിസഭയുടെ കൂട്ടുത്തരവാദിത്തം ലോക്സഭയോടാണ് എന്ന് നമ്മൾ പഠിച്ചു അല്ലെ. പ്രസിഡന്റിനെ കുറിച്ചും പ്രധാനമന്ത്രിയെ കുറിച്ചും പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു മന്ത്രിസഭയുടെ കൂട്ടുത്തരവാദിത്തം ലോക്സഭയോടാണ്. അതേപോലെ ഇവിടെ സംസ്ഥാന മന്ത്രിസഭയുടെ കൂട്ടുത്തരവാദിത്തം കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് ആരോടായിരിക്കും? സംസ്ഥാന നിയമസഭയോടായിരിക്കും എന്നുള്ളത് ഓർത്തിരിക്കുക. അതേപോലെ ആർട്ടിക്കിൾ 164 തന്നെ പറയുന്ന മറ്റൊരു പോയിന്റ് ആണ് സംസ്ഥാനത്തെ മന്ത്രിമാരുടെ പരമാവധി അംഗസംഖ്യ. മുഖ്യമന്ത്രി ഉൾപ്പെടെയാണ് പറയുന്നത്. മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള മന്ത്രിമാരുടെ പരമാവധി അംഗസംഖ്യ എന്ന് പറയുന്നത് എത്രയായിരിക്കണം? മൊത്തം അംഗസംഖ്യയുടെ 15%. ഇതിനെക്കുറിച്ച് പറയുന്ന ഭേദഗതി നമ്മൾ പഠിച്ചു. 91-ാം ഭേദഗതി 2003 എന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മുഖ്യമന്ത്രിമാരുൾപ്പെടെയുള്ള മന്ത്രിസഭയുടെ അംഗസംഖ്യ മൊത്തം അംഗസംഖ്യയുടെ 15% ആയിരിക്കും എന്ന് പറയുന്ന ആർട്ടിക്കിളും ഏത് തന്നെയാണ്? ആർട്ടിക്കിൾ 164 തന്നെയാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. അതേപോലെ തുടർച്ചയായിട്ട് 6 മാസം സംസ്ഥാന നിയമസഭയിൽ അംഗമല്ലാത്ത ഒരു മന്ത്രിക്ക് മന്ത്രിസ്ഥാനം നഷ്ടപ്പെടും എന്ന് പറയുന്നതും ആർട്ടിക്കിൾ 164 കേട്ടോ. തുടർച്ചയായിട്ട് എത്ര മാസം? 6 മാസം സംസ്ഥാന നിയമസഭയിൽ അംഗമല്ല എങ്കിൽ ഒരു മന്ത്രിക്ക് അവരുടെ മന്ത്രിസ്ഥാനം നഷ്ടപ്പെടും എന്ന് പറയുന്ന ആർട്ടിക്കിളും ഏതാണ്? ആർട്ടിക്കിൾ 164. അപ്പം 164 ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചിരിക്കണം. നിയമനം, കാലാവധി, സത്യപ്രതിജ്ഞ, കൂട്ടുത്തരവാദിത്തം, അംഗസംഖ്യ എത്രയാണ് എന്നുള്ള കാര്യവും സംസ്ഥാന നിയമസഭയിൽ 6 മാസം അംഗമായിരിക്കണം എന്നുള്ളത് 6 മാസത്തിനുള്ളിൽ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ആർട്ടിക്കിൾ 165 നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. എന്താണ്? അഡ്വക്കേറ്റ് ജനറലിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത് അല്ലേ, നമ്മൾ പഠിച്ചതാണ്. അഡ്വക്കേറ്റ് ജനറലിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 165. ആരാണ് അഡ്വക്കേറ്റ് ജനറൽ എന്നുള്ളത് നമ്മൾ പഠിച്ചു അല്ലെ. സംസ്ഥാനത്തെ ഏറ്റവും ഉയർന്ന നിയമ ഉദ്യോഗസ്ഥനാണ് അഡ്വക്കേറ്റ് ജനറൽ എന്ന് പറഞ്ഞു. ഈ അഡ്വക്കേറ്റ് ജനറലിനെ നിയമിക്കുന്നത് ഗവർണറാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. കാലാവധി ഗവർണർക്ക് താല്പര്യമുള്ളിടത്തോളം കാലമാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അഡ്വക്കേറ്റ് ജനറലിന്റെ യോഗ്യത നമ്മൾ പഠിച്ചു. എന്തായിരുന്നു? ഒരു ഹൈക്കോടതി ജഡ്ജിയുടെ യോഗ്യതയാണ് അഡ്വക്കേറ്റ് ജനറലിന് വേണ്ടത് എന്നുള്ളത് പറഞ്ഞു. ദെൻ നിയമസഭാ നടപടികളിൽ പങ്കെടുക്കുവാനുള്ള അധികാരം അവർക്കുണ്ടെന്ന് പറഞ്ഞു. പക്ഷെ വോട്ടവകാശമില്ല എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ അഡ്വക്കേറ്റ് ജനറൽ, അറ്റോർണി ജനറൽ എന്നിവരെ കുറിച്ചൊക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അഡ്വക്കേറ്റ് ജനറലിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 165 എന്ന് പറയുന്നത്. അത് ഓർത്തിരിക്കുക. ഇനി അടുത്തത് ആർട്ടിക്കിൾ 166. ആർട്ടിക്കിൾ 166 പറയുന്നത് എന്താണ്? സംസ്ഥാന ഗവൺമെന്റിന്റെ ഉത്തരവുകൾ, അതുപോലെ തന്നെ പ്രമാണങ്ങൾ, ഇതെല്ലാം ഗവർണറുടെ പേരിലായിരിക്കും എന്ന് പറയുന്നതാണ് ആർട്ടിക്കിൾ 166. സംസ്ഥാന ഗവൺമെന്റിന്റെ ഉത്തരവുകളും
പ്രമാണങ്ങളും എല്ലാം തന്നെ ആരുടെ പേരിലായിരിക്കും? ഗവർണറുടെ പേരിലായിരിക്കും. പക്ഷെ അതിൽ പങ്കെടുക്കുന്നതോ അല്ലെങ്കിൽ ആ ഒരു കാര്യത്തിന് വേണ്ടി നടക്കുന്നതോ സൈൻ ചെയ്യുന്നതോ ഒന്നും തന്നെ ആരായിരിക്കില്ല? ഗവർണർ ആയിരിക്കില്ല, മുഖ്യമന്ത്രി ആയിരിക്കും. പക്ഷെ അവസാനം ആ ഉത്തരവുകളും പ്രമാണങ്ങളും എല്ലാം ആരുടെ പേരിലാണ് വരുന്നത്? ഗവർണറുടെ പേരിലായിരിക്കണം. അപ്പൊ സംസ്ഥാന ഗവൺമെന്റുമായി ബന്ധപ്പെട്ട ഏതൊരു ഉത്തരവും ഏതൊരു പ്രമാണങ്ങളും ആരുടെ പേരിലായിരിക്കും? ഗവർണറുടെ പേരിലായിരിക്കും എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 166 ഓക്കെ. ഇനി അടുത്തത് ആർട്ടിക്കിൾ 167. ആർട്ടിക്കിൾ 167 പറയുന്നത് എന്താന്ന് ചോദിച്ചാൽ, മുഖ്യമന്ത്രിക്ക് ഗവർണറോടുള്ള കടമകളാണ് പറയുന്നത്. മുഖ്യമന്ത്രിക്ക് ഗവർണറോടുള്ള കടമകളെ കുറിച്ച് പറയുന്നതാണ് ആർട്ടിക്കിൾ 167. അപ്പൊ എന്തൊക്കെ കടമകളാണ് ഒരു മുഖ്യമന്ത്രിക്ക് ഗവർണറോടുള്ളത്? ഭരണപരമായ കാര്യങ്ങളിൽ ഗവർണറെ അറിയിക്കുവാനുള്ള ഉത്തരവാദിത്വമുണ്ട്. ഭരണപരമായ കാര്യങ്ങൾ എന്ത് ചെയ്യണം? ഗവർണറെ അറിയിക്കണം. ആ ഒരു ഉത്തരവാദിത്തം ആർക്കുണ്ട്? മുഖ്യമന്ത്രിക്കുണ്ട്. രണ്ടാമത്തേത്, മന്ത്രിസഭാ യോഗങ്ങളിൽ നിയമനിർമ്മാണവുമായി ബന്ധപ്പെട്ടെടുക്കുന്ന തീരുമാനങ്ങൾ ആരെ അറിയിക്കണം? ഗവർണറെ അറിയിക്കണം. മന്ത്രിസഭാ യോഗങ്ങളിൽ നിയമനിർമ്മാണവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തീരുമാനമെടുത്താൽ അത് ഗവർണറെ അറിയിക്കുക എന്ന് പറയുന്ന ഉത്തരവാദിത്തം മുഖ്യമന്ത്രിക്കുണ്ട്. അതുപോലെ തന്നെ ഭരണപരമായോ നിയമനിർമ്മാണപരമായോ ഗവർണർ ആവശ്യപ്പെടുന്ന വിവരങ്ങൾ നൽകുക. ഭരണപരമായോ നിയമപരമായോ ഗവർണർ ആവശ്യപ്പെടുന്ന വിവരങ്ങൾ നൽകുക എന്ന് പറയുന്നതും ആരുടെ ഉത്തരവാദിത്തമാണ്? മുഖ്യമന്ത്രിയുടെ ഉത്തരവാദിത്തമാണ്. അതുപോലെ ഒരു മന്ത്രി എടുക്കുന്ന തീരുമാനം മന്ത്രിസഭാ യോഗത്തിന്റെ പരിഗണനയിൽ വയ്ക്കണം. ഒരു മന്ത്രി എടുക്കുന്ന തീരുമാനം മന്ത്രിസഭാ യോഗത്തിന്റെ പരിഗണനയിൽ വയ്ക്കുക എന്ന് പറയുന്നതും മുഖ്യമന്ത്രിയുടെ ചുമതലയിൽ വരുന്നതാണ്. ഒരു മുഖ്യമന്ത്രിക്ക് ഗവർണറോടുള്ള ചുമതലകളാണ് പറഞ്ഞത്. ഭരണപരമായ കാര്യങ്ങൾ ഗവർണറെ അറിയിക്കണം. മന്ത്രിസഭാ യോഗങ്ങളിൽ നിയമനിർമ്മാണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള തീരുമാനങ്ങൾ ഗവർണറെ അറിയിക്കണം. ഭരണപരമായോ നിയമനിർമ്മാണപരമായോ ഗവർണർ ആവശ്യപ്പെടുന്ന വിവരങ്ങൾ നൽകണം. ഒരു മന്ത്രി എടുക്കുന്ന തീരുമാനം മന്ത്രിസഭാ യോഗത്തിന്റെ പരിഗണനയിൽ വയ്ക്കണം. ഇതെല്ലാം മുഖ്യമന്ത്രിക്ക് ഗവർണറോടുള്ള കടമകളാണ് എന്ന് നമുക്ക് പറയാം. ഓക്കെ, ഇനി പറയുന്ന ഒരു പോയിന്റ് ആണ്, മുഖ്യമന്ത്രിയാവുന്ന ഒരാള് നിയമസഭയിൽ അംഗമാവണം എന്ന് നിർബന്ധമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആകുന്ന സമയത്ത് അംഗമാവണം എന്ന് നിർബന്ധമില്ല. എന്നാൽ മുഖ്യമന്ത്രി ആയിട്ട് 6 മാസത്തിനകം എന്ത് ചെയ്യണം? നിയമസഭയിൽ അംഗമായിരിക്കണം. മുഖ്യമന്ത്രി ആവുന്ന സമയത്ത് നിയമസഭയിൽ അംഗമായാലും കുഴപ്പമില്ല, ആയില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷേ മുഖ്യമന്ത്രി ആയിട്ട് 6 മാസത്തിനകം നിയമസഭയിൽ അംഗമാവണം. അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ അവരുടെ മന്ത്രിസ്ഥാനം നഷ്ടപ്പെടുന്നതാണ് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഓക്കെ അല്ലേ? അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഇവിടെ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെടുത്തി അറിഞ്ഞിരിക്കുക. ഇനി നമുക്ക് സംസ്ഥാനത്തെ ആദ്യത്തെ മന്ത്രിസഭയെ കുറിച്ച് പഠിക്കാം. സംസ്ഥാനത്തെ ആദ്യത്തെ മന്ത്രിസഭ നിലവിൽ വന്നത് എപ്പോഴാണ്? 1957 ഏപ്രിൽ 5 അല്ലെ? 1957 ഏപ്രിൽ 5 സംസ്ഥാനത്തെ ആദ്യത്തെ മന്ത്രിസഭ നിലവിൽ വരുന്നത്. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് നമ്മുടെ മുഖ്യമന്ത്രിമാരെ കുറിച്ച് നോക്കാം. ഓക്കെ, ഇനി ആദ്യത്തെ മന്ത്രിസഭയിലെ മന്ത്രിമാർ ആരൊക്കെയായിരുന്നു അത് വരുന്നുണ്ട് കേട്ടോ. ചെറിയ കണക്ഷൻസ് ഒക്കെ യൂസ് ചെയ്ത് ഞാൻ പറഞ്ഞു തരാം. ഇനി നമുക്കിവിടെ കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രി ആരാ? കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രി EMS നമ്പൂതിരിപ്പാടാണ് അല്ലെ? EMS നമ്പൂതിരിപ്പാടാണ് കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രി എന്ന് പറയുന്നത്. അദ്ദേഹമാണ് ഏഷ്യയിൽ തന്നെ ആദ്യമായിട്ട് ബാലറ്റ് പേപ്പറിലൂടെ അധികാരത്തിൽ വന്ന വ്യക്തി എന്നുള്ളതും ഓർത്തിരിക്കുക കേട്ടോ. ഏഷ്യയിൽ തന്നെ ആദ്യമായിട്ട് ബാലറ്റ് പേപ്പറിലൂടെ അധികാരത്തിൽ വന്ന വ്യക്തിയാണ് EMS നമ്പൂതിരിപ്പാട് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രി EMS ആണെന്ന് പറഞ്ഞു. ആദ്യത്തെ പ്രതിപക്ഷ നേതാവ് ആര്? ആദ്യത്തെ പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്നത് PT ചാക്കോയാണ് ആദ്യത്തെ പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്നത്. അപ്പോൾ കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രി EMS ആണെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കുറച്ച് കൃതികളൊന്ന് ഓർത്തിരിക്കണം, ചോദിക്കാറുണ്ട് കേട്ടോ. EMSന്റെ കൃതികളിൽ ഉൾപ്പെടുന്നത് ഏതെന്നൊക്കെ പറഞ്ഞിട്ട്.
അപ്പോൾ കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രിയായിട്ടുള്ള EMSന്റെ കൃതികൾ ഏതൊക്കെയാണ്? ഒന്ന്, കേരളം മലയാളികളുടെ മാതൃഭൂമി. കേരളം മലയാളികളുടെ മാതൃഭൂമി എന്ന് പറയുന്നത് EMSന്റെ കൃതിയാണ്. രണ്ട്, സ്ഥിരമായിട്ട് PSC ചോദിക്കുന്നതാണ്, 1.25 കോടി മലയാളികൾ. 1.25 കോടി മലയാളികൾ എന്ന് പറയുന്നത് EMSന്റെ കൃതിയാണ്. അതേപോലെ കേരളം ഇന്നലെ ഇന്ന് നാളെ. കേരളം ഇന്നലെ ഇന്ന് നാളെ എന്ന് പറയുന്നത് EMSന്റെ കൃതിയാണ്. അതേപോലെ തന്നെ എൻ്റെ പഞ്ചാബ് യാത്ര. എൻ്റെ പഞ്ചാബ് യാത്ര എന്ന് പറയുന്നത് EMSന്റെ കൃതിയാണ്. അതേപോലെ ഏഷ്യൻ ഡയറി. ഏഷ്യൻ ഡയറി എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെയാണ്. യൂറോപ്യൻ ഡയറി. യൂറോപ്യൻ ഡയറി എന്ന് പറയുന്നതും അദ്ദേഹത്തിൻ്റെ കൃതിയാണ്. ഹൗ ഐ ബിക്കെയിം എ കമ്മ്യൂണിസ്റ്റ്. ഹൗ ഐ ബിക്കെയിം എ കമ്മ്യൂണിസ്റ്റ് എന്ന് പറയുന്നതും അദ്ദേഹത്തിൻ്റെ കൃതിയാണ്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം EMSന്റെ കൃതിയാണ്, ഓർത്തിരിക്കുക. കേരളം മലയാളികളുടെ മാതൃഭൂമി, 1.25 കോടി മലയാളികൾ, കേരളം ഇന്നലെ ഇന്ന് നാളെ, എൻ്റെ പഞ്ചാബ് യാത്ര, ഏഷ്യൻ ഡയറി, യൂറോപ്യൻ ഡയറി, ഹൗ ഐ ബിക്കെയിം എ കമ്മ്യൂണിസ്റ്റ് എന്നൊക്കെ പറയുന്നത് അദ്ദേഹത്തിൻ്റെ കൃതികളാണ്. EMS ആരംഭിച്ചിട്ടുള്ളൊരു പത്രമുണ്ട്, അതിൻ്റെ പേരാണ് പ്രഭാതം. പ്രഭാതം എന്ന് പറയുന്ന പത്രം ആരുടേതാണ്? EMSൻ്റേതാണെന്നുള്ളത് ഓർത്തിരിക്കുക. ഓക്കെ, ഇനി കേരളത്തിലെ രണ്ടാമത്തെ മുഖ്യമന്ത്രി. കേരളത്തിലെ രണ്ടാമത്തെ മുഖ്യമന്ത്രി ആരാണ്? പട്ടം താണു പിള്ള. പട്ടം താണു പിള്ളയാണ് കേരളത്തിലെ രണ്ടാമത്തെ മുഖ്യമന്ത്രി എന്ന് പറയുന്നത്. ആദ്യത്തെ കൂട്ടുകക്ഷി മന്ത്രിസഭയെ നയിച്ചത് ആരാന്ന് ചോദിച്ചാലും ആര് തന്നെയാണ്? ആദ്യത്തെ കൂട്ടുകക്ഷി മന്ത്രിസഭയെ നയിച്ചത് ആരാന്ന് ചോദിച്ചാലും ആരാണ്? പട്ടം താണു പിള്ളയാണ്. ഓക്കെ, രണ്ടാമത്തെ മുഖ്യമന്ത്രി, ആദ്യത്തെ കൂട്ടുകക്ഷി മന്ത്രിസഭയെ നയിച്ച മുഖ്യമന്ത്രി എന്ന് പറയുന്നത് പട്ടം താണു പിള്ളയാണ്. അദ്ദേഹം തന്നെ തിരുവിതാംകൂറിലും അതേപോലെ തിരുകൊച്ചിയിലും അതേപോലെ കേരളത്തിലെയും മുഖ്യമന്ത്രിയായിരുന്ന വ്യക്തിയാണ്. തിരുവിതാംകൂറിലെ മുഖ്യമന്ത്രിയായിട്ടുണ്ട്, തിരുകൊച്ചിയിലെ മുഖ്യമന്ത്രിയായിട്ടുണ്ട്, കേരളത്തിലെ മുഖ്യമന്ത്രിയുമായിരുന്ന ഏക വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്? പട്ടം താണു പിള്ള എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഓർത്തിരുന്നേക്കണം. അപ്പോൾ തിരുവിതാംകൂർ, തിരുകൊച്ചി, കേരളം എന്നീ മൂന്നിടത്തും മുഖ്യമന്ത്രിയായിരുന്ന വ്യക്തി ആരാണ്? പട്ടം താണു പിള്ളയാണ്. അതേപോലെ അദ്ദേഹത്തെക്കുറിച്ച് ഒരു പോയിന്റും കൂടെ, 19-ാം നൂറ്റാണ്ടിൽ ജനിച്ച് കേരളത്തിലെ മുഖ്യമന്ത്രിയായ ഏക വ്യക്തി. 19-ാം നൂറ്റാണ്ടിൽ ജനിച്ച കേരളത്തിലെ മുഖ്യമന്ത്രിയായിരുന്ന ഏക വ്യക്തിയാണ് പട്ടം താണു പിള്ള എന്നുള്ളത് ഓർത്തിരിക്കുക. അതേപോലെ തന്നെ ആദ്യമായിട്ട് രാജിവെച്ച മുഖ്യമന്ത്രിമാര് തന്നെയാണ്? പട്ടം താണു പിള്ള തന്നെയാണ്. ആദ്യമായിട്ട് രാജിവെച്ച മുഖ്യമന്ത്രിമാര് തന്നെയാണ് പട്ടം താണു പിള്ളയാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ഇനി അടുത്തത്, ആദ്യത്തെ കോൺഗ്രസ് മുഖ്യമന്ത്രി ആരായിരുന്നു? ആദ്യത്തെ കോൺഗ്രസ് മുഖ്യമന്ത്രി എന്ന് പറയുന്നത് ആരായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ R. ശങ്കർ ആണ്. R. ശങ്കർ ആദ്യത്തെ കോൺഗ്രസ് മുഖ്യമന്ത്രി. അതേപോലെ തന്നെ ബജറ്റ് അവതരിപ്പിച്ച ആദ്യത്തെ കേരള മുഖ്യമന്ത്രി. ബജറ്റ് അവതരിപ്പിച്ച ആദ്യത്തെ കേരള മുഖ്യമന്ത്രി എന്ന് പറയുന്നതും ആര് തന്നെയായിരുന്നു? R. ശങ്കർ തന്നെയായിരുന്നു. അവിശ്വാസ പ്രമേയത്തെ തുടർന്ന് രാജിവെച്ച ആദ്യത്തെ മുഖ്യമന്ത്രി. അവിശ്വാസ പ്രമേയത്തെ തുടർന്ന് രാജിവെച്ച ആദ്യത്തെ മുഖ്യമന്ത്രിയാണ് R. ശങ്കർ എന്ന് പറയുന്നത്. ഓക്കെ, ഓർത്തിരിക്കുക. ആദ്യത്തെ കോൺഗ്രസ് മുഖ്യമന്ത്രി, ബജറ്റ് അവതരിപ്പിച്ച ആദ്യത്തെ കേരളത്തിലെ മുഖ്യമന്ത്രി, അവിശ്വാസ പ്രമേയത്തെ തുടർന്ന് രാജിവെച്ച ആദ്യത്തെ മുഖ്യമന്ത്രി എന്ന് പറയുന്നത് ആരാണ്? R. ശങ്കർ ആണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ഓക്കെ, ഇനി അടുത്തത്, തുടർച്ചയായിട്ട് ഏറ്റവും കൂടുതൽ കാലം കാലാവധി പൂർത്തിയാക്കി തെരഞ്ഞെടുപ്പിലൂടെ തുടർച്ചയായിട്ട് മുഖ്യമന്ത്രിയായിട്ടുള്ള വ്യക്തിയാണ് ആര്? പിണറായി വിജയൻ, അല്ലേ? ഇപ്പൊ പിണറായി വിജയന്റെ പ്രത്യേകത എന്താണ്? കാലാവധി 5 വർഷ കാലാവധി പൂർത്തീകരിച്ച് തെരഞ്ഞെടുപ്പ് വന്ന് വീണ്ടും വിജയിച്ച് അദ്ദേഹം തന്നെ കയറി വീണ്ടും തുടർച്ചയായിട്ട് വന്നു. അപ്പൊ തുടർച്ചയായി കാലാവധി പൂർത്തിയാക്കുകയും തെരഞ്ഞെടുപ്പിലൂടെ രണ്ടാമത് മുഖ്യമന്ത്രിയായിട്ട് തുടർന്ന വ്യക്തി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിണറായി വിജയനാണ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. തെരഞ്ഞെടുപ്പിലൂടെ തന്നെ തിരിച്ചു വന്ന ആളാണ് പിണറായി വിജയൻ. അതല്ലാതെ തുടർച്ചയായിട്ട് മുഖ്യമന്ത്രിമാരായിട്ടുള്ള ആളുകളുണ്ട്, അത് നമ്മൾ ഓർത്തിരിക്കണം. ഒന്നാമത്തേത്,
ആദ്യമായിട്ട് 5 കൊല്ലം തികച്ച മുഖ്യമന്ത്രി ആരാന്ന് ചോദിച്ചാൽ സി അച്യുത മേനോനാണ്. സി അച്യുത മേനോനാണ് ആദ്യമായിട്ട് 5 കൊല്ലം തികച്ച മുഖ്യമന്ത്രി. കാലാവധി ആദ്യമായിട്ട് തികച്ച മുഖ്യമന്ത്രി സി അച്യുത മേനോനാണ്. ഇനി തുടർച്ചയായിട്ട് 2 തവണ മുഖ്യമന്ത്രി ആയത് ആരാന്ന് ചോദിച്ചാലും സി അച്യുത മേനോനാണ്. ഇവിടെ നമ്മൾ പറഞ്ഞു കാലാവധി കഴിഞ്ഞ് തിരഞ്ഞെടുപ്പ് വീണ്ടും നടത്തി വിജയിച്ച് വീണ്ടും തുടർന്ന ആളാണ് പിണറായി വിജയൻ. പക്ഷെ സി അച്യുത മേനോൻ അങ്ങനെയല്ല. സി അച്യുത മേനോൻ മന്ത്രി പദത്തിലോട്ട് വരുന്നു, പിന്നെ രാജിവെക്കുന്നു, പിന്നെ വീണ്ടും എന്താണ് അടിയന്തരാവസ്ഥ കാലഘട്ടം വരുന്ന സമയത്ത് ദൈർഘ്യമേറിയിട്ടുള്ള ഒരു മന്ത്രിസഭയിലേക്ക് വരുന്നതാണ് സി അച്യുത മേനോൻ. അദ്ദേഹം മന്ത്രിസഭയിൽ ഇരിക്കുന്ന സമയത്ത് കാലാവധി കഴിഞ്ഞു, പക്ഷെ വീണ്ടും അടിയന്തരാവസ്ഥ വരുന്ന സമയത്ത് അത് കുറച്ചും കൂടെ അതിന്റെ കാലാവധി നീട്ടി. ഓക്കെ, അപ്പൊ അങ്ങനെ തുടർച്ചയായിട്ട് 2 തവണ മുഖ്യമന്ത്രി ആയത് ആരാന്ന് ചോദിച്ചാൽ സി അച്യുത മേനോനാണ്. പക്ഷെ കാലാവധി കഴിഞ്ഞ് തെരഞ്ഞെടുപ്പ് നടത്തിയിട്ട് വീണ്ടും വന്നത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പിണറായി വിജയനാണ്. ഓക്കെ, ഇനി ആദ്യമായിട്ട് കേരളത്തിൽ 2 തവണ മുഖ്യമന്ത്രി ആയത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മാറി, അത് EMS ആണ്. ആദ്യമായിട്ട് കേരളത്തിൽ 2 തവണ, അതായത് രണ്ടും 2 കാലഘട്ടമാണ്. ഒന്ന് 1957 മുതൽ 59 വരെയും 1967 മുതൽ 69 വരെയും. ഇങ്ങനെ 2 കാലഘട്ടത്തിൽ ആദ്യമായിട്ട് 2 തവണ മുഖ്യമന്ത്രിയായത് ആരാണ്? അത് EMS ആണ്. അപ്പൊ തെറ്റിപ്പോകരുത്. തുടർച്ചയായിട്ട് 2 തവണ മുഖ്യമന്ത്രി ആയത് ആരാന്ന് ചോദിച്ചാൽ അത് സി അച്യുത മേനോനാണ്. അടിയന്തരാവസ്ഥയൊക്കെ വന്ന സമയത്ത് കണ്ടിന്യൂസ് ആയിട്ട് വന്നു എന്ന് ഞാൻ പറഞ്ഞു. ഇനി തെരഞ്ഞെടുപ്പിലൂടെ കാലാവധി പൂർത്തിയാക്കി തെരഞ്ഞെടുപ്പിലൂടെ വീണ്ടും വിജയിച്ച് വന്ന് തുടർച്ചയായിട്ട് അധികാരത്തിൽ വന്നത് പിണറായി വിജയനാണ്. അതല്ലാതെ ആദ്യമായിട്ട് കേരളത്തിൽ 2 തവണ മുഖ്യമന്ത്രി ആയത് EMS ആണ്. 57 to 59 67 to 69 എന്നുള്ളത് ഓർത്തിരിക്കുക. ഓക്കെ അല്ലേ? അപ്പൊ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു പോവാതെ പഠിച്ചു വെച്ചേക്കണം. ഓക്കെ, ഇനി ആദ്യമായിട്ട് കാലാവധി പൂർത്തിയാക്കിയ ആദ്യത്തെ മാർക്സിസ്റ്റ് മുഖ്യമന്ത്രി CPIMന്റെ മുഖ്യമന്ത്രി ആരായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് EK നായനാർ ആണ്. EK നായനാർ ആണ് കാലാവധി പൂർത്തിയാക്കിയിട്ടുള്ള ആദ്യത്തെ മാർക്സിസ്റ്റ് മുഖ്യമന്ത്രി. കേട്ടോ, ആദ്യത്തെ മാർക്സിസ്റ്റ് മുഖ്യമന്ത്രി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യമായിട്ട് കാലാവധി പൂർത്തിയാക്കിയ ആദ്യത്തെ മാർക്സിസ്റ്റ് മുഖ്യമന്ത്രിയാണ് EK നായനാർ എന്നുള്ളത് ഓർത്തിരിക്കുക. അതേപോലെ കാലാവധി പൂർത്തിയാക്കിയിട്ടുള്ള ആദ്യത്തെ കോൺഗ്രസ് മുഖ്യമന്ത്രി ആരാന്ന് ചോദിച്ചാൽ അത് ആരാണ്? അത് K കരുണാകരനാണ്. കേട്ടോ, കാലാവധി പൂർത്തീകരിച്ച ആദ്യത്തെ കോൺഗ്രസ് മുഖ്യമന്ത്രി ആരാണ്? കരുണാകരനാണ്. K കരുണാകരനാണ് എന്നുള്ളത് ഓർത്തിരിക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക? മുഖ്യമന്ത്രിമാരെ കുറിച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കുക. ഇനി ഞാൻ പറഞ്ഞു കേരളത്തിലെ ആദ്യത്തെ മന്ത്രിസഭ അല്ലെ, കേരളത്തിലെ ആദ്യത്തെ മന്ത്രിസഭ, അതിലെ മന്ത്രിമാർ, അതിലെ വകുപ്പുകൾ, അത് നമ്മളോട് PSC സ്ഥിരം ചോദിക്കുന്നതാണ്. അപ്പോൾ ചെറിയ കണക്ഷൻസ് നമുക്ക് വെച്ച് പഠിക്കാം. അപ്പോൾ ആദ്യത്തെ മുഖ്യമന്ത്രി എല്ലാവർക്കും അറിയാം, അത് കണക്ഷൻ്റെ ആവശ്യമൊന്നുമില്ല. ആരാണ് നമ്മൾ പറഞ്ഞു? EMS നമ്പൂതിരിപ്പാടാണ് മുഖ്യമന്ത്രിയായിട്ട് ഉണ്ടായിരുന്നത്. ഇനി ധനകാര്യ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് ആരാണ്? സി അച്യുത മേനോനായിരുന്നു. ധനകാര്യ വകുപ്പ് കൈകാര്യം ചെയ്തത് സി അച്യുത മേനോനാണ്. അപ്പോൾ ഇത് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ധനകാര്യമാണ് അല്ലേ. അപ്പോൾ ഈ ധനമെല്ലാം അച്ചടിക്കുകയല്ലേ ചെയ്യുന്നത്? ധനം അച്ചടിക്കുകയാണ്. അപ്പം അച്ചടി എന്നുള്ളതിൽ നിന്നും അച്യുതനിലോട്ട് എത്തുക കേട്ടോ. ഓക്കെ, അപ്പം ധനകാര്യം സി അച്യുത മേനോനാണ്. അച്ചടിച്ചിട്ടാണ് ധനം ഉണ്ടാവുന്നത് എന്നുള്ള രീതിയിൽ ഓർത്താൽ മതി. ഇനി അടുത്തത് തൊഴിൽ ട്രാൻസ്പോർട്ട് കേട്ടോ. തൊഴിലും ട്രാൻസ്പോർട്ടും കൈകാര്യം ചെയ്യുന്നത് TV തോമസ് ആണ്. TV തോമസ്. ഓർക്കാനായിട്ട് ഇവിടെ നിങ്ങൾ തൊഴിൽ എന്ന് കണ്ടോ, നമ്മൾ തൊഴിൽ വാർത്ത എന്നൊക്കെ എഴുതുമ്പോൾ തൊഴിൽ എങ്ങനെയാണ് എഴുതുന്നത്? ഇത് എങ്ങനെയാണ് അല്ലേ. അപ്പോൾ അവിടെ ഒരു T ഉണ്ട്. ഇനി ട്രാൻസ്പോർട്ട് എന്ന് എഴുതുമ്പോൾ ദേ അവിടെയും ഒരു T ഉണ്ട്. ഇനി TV തോമസ് എന്ന് എഴുതിക്കേ, TV തോമസ് എന്ന് എഴുതുമ്പോൾ അതെ അവിടെയും TT അല്ലേ. അപ്പോൾ തൊഴിൽ, ട്രാൻസ്പോർട്ട്, TV തോമസ് കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്ക് കിട്ടുമല്ലോ. അപ്പോൾ എല്ലാത്തിലും ഒരു T ഉണ്ടെന്ന് ഓർത്താൽ മതി. ഓക്കെ, അപ്പോൾ തൊഴിൽ, ട്രാൻസ്പോർട്ട്, TV തോമസ്. ഇനി അടുത്തത് വനം, ഭക്ഷ്യം എന്നീ വകുപ്പുകൾ കൈകാര്യം ചെയ്തത് ആരാ? KC ജോർജ് ആണ്. KC ജോർജ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് ഓർക്കാൻ വേണ്ടിയിട്ട്, വനം ഓർക്കാൻ വേണ്ടി നമുക്ക് എങ്ങനെ ഓർക്കാം? ജോർജ് അല്ലേ. നിങ്ങൾ ഈ കാർട്ടൂണിലൊക്കെ കഥാപാത്രങ്ങളൊക്കെ കണ്ടിട്ടുണ്ടോ? അപ്പോൾ അതിൽ പിള്ളേരൊക്കെ കാണുന്നൊരു കാർട്ടൂണാണ് ജോർജ് ഓഫ് ദി ജംഗിൾ എന്ന് പറഞ്ഞിട്ട് പണ്ടുണ്ടായിരുന്നതാണ് അല്ലേ, ജോർജ് ഓഫ് ദി ജംഗിൾ. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ഓർത്താൽ മതി, വനം കിട്ടാൻ വേണ്ടി ജോർജ് ഓഫ് ദി ജംഗിൾ എന്ന് ഓർത്താൽ മതി.
പിന്നെ ഭക്ഷ്യം കിട്ടാൻ വേണ്ടി ജോർ എന്നുള്ളത് നമ്മൾ ചോറുമായിട്ട് കണക്ട് ചെയ്താൽ മതി. ചോറ്, ഭക്ഷ്യം. ഓക്കെ, അപ്പോൾ വനം, ഭക്ഷ്യം, KC ജോർജ് എന്നുള്ളത് നമുക്ക് കിട്ടും. അടുത്തത് പൊതുമരാമത്ത് വകുപ്പ് കൈകാര്യം ചെയ്തത് TA മജീദാണ്. TA മജീദ്. അപ്പം നമുക്ക് പൊതുമരാമത്ത് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് റോഡ് അല്ലേ, അതൊക്കെയല്ലേ ഓർമ്മ വരുന്നത്. അപ്പം റോഡും നമുക്ക് TA എന്ന് പറയുമ്പോൾ ട്രാവൽ അലവൻസ് നമുക്ക് ഓർക്കാമല്ലോ. ട്രാവൽ അലവൻസ് TA. അപ്പം റോഡും ട്രാവൽ അലവൻസും ഒക്കെ കൂടി നമുക്കൊന്ന് കണക്ട് ചെയ്യാം. അപ്പോൾ പൊതുമരാമത്ത് കൈകാര്യം ചെയ്തത് TA മജീദാണ്. TA ഫോർ ട്രാവൽ അലവൻസ് കേട്ടോ. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാം. ഇനി അടുത്തത് റവന്യൂ വകുപ്പും എക്സൈസ് വകുപ്പും കൈകാര്യം ചെയ്തത് KR ഗൗരിയമ്മ. അപ്പോൾ ഇത് നോക്കുമ്പോൾ നമുക്ക് പഠിക്കാൻ ഈസിയാണ്. ഉള്ള മന്ത്രിമാരിലുള്ള ഒരേ ഒരു വനിതയാണ്. അപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ വനിതകളാണ് ഈ പൈസയുടെ കാര്യമൊക്കെ അല്ലേ, പണത്തിൻ്റെ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നതെന്നുള്ള രീതിയിലോ അങ്ങനെ ജസ്റ്റ് ഓർക്കാം. ഇല്ലെങ്കിൽ റവന്യൂ ആണ് അല്ലേ. അപ്പോൾ കേരളത്തിൻ്റെ റവന്യൂ, കേരള റവന്യൂ എന്നുള്ള രീതിയിൽ KR എന്ന രീതിയിൽ കണക്ട് ചെയ്യാം. ഇല്ലെങ്കിൽ അമ്മമാരാണ് ഈ പണത്തിൻ്റെ കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്യുന്നതെന്നുള്ള രീതിയിലൊക്കെ കേട്ടോ. അപ്പം റവന്യൂ എക്സൈസ് KR ഗൗരിയമ്മ, കേരള റവന്യൂ എന്നുള്ള രീതിയിൽ ഓർത്താൽ മതി. അടുത്തത് വിദ്യാഭ്യാസം, സഹകരണം എന്നീ വകുപ്പുകൾ കൈകാര്യം ചെയ്തത് ജോസഫ് മുണ്ടശ്ശേരിയാണ്. വിദ്യാഭ്യാസം, സഹകരണം. ഓക്കെ, അപ്പം ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഓർക്കാം. വിദ്യാഭ്യാസം എന്ന് പറയുന്നത് നമ്മുടെ മണ്ടയിലാണ് കയറുന്നത് അല്ലേ. വിദ്യാഭ്യാസം നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ മണ്ടയിലാണ് കയറുന്നത്. ഇല്ലെങ്കിൽ നമുക്ക് വിദ്യാഭ്യാസം ഇല്ലെങ്കിൽ നമ്മൾ മണ്ടശിരോമണികളാകുമെന്ന് ഓർത്താൽ മതി. മുണ്ടശ്ശേരിയായിട്ട് കണക്ഷൻ കിട്ടിക്കോളും. വിദ്യാഭ്യാസം ഇല്ലെങ്കിൽ നമ്മൾ മണ്ടശിരോമണികളാവും അല്ലേ. അപ്പോൾ മണ്ടശിരോമണി മുണ്ടശ്ശേരിയായിട്ട് കണക്ട് ചെയ്യും. അപ്പോൾ വിദ്യാഭ്യാസം, സഹകരണം, ജോസഫ് മുണ്ടശ്ശേരി. ഓക്കെ, ഇനി ആരോഗ്യ വകുപ്പ് കൈകാര്യം ചെയ്തത് ആരാണ്? ഡോക്ടർ AR മേനോൻ. അപ്പോൾ ഇത്രയും നേരം നമ്മൾ പഠിച്ചില്ല, ഒരേ ഒരു ഡോക്ടറേ ഉള്ളൂ അല്ലേ. അപ്പോൾ ഡോക്ടർമാർ നമ്മുടെ ആരോഗ്യം നോക്കുന്നു എന്ന് ഓർക്കാം. ഇല്ലെങ്കിൽ നിങ്ങൾ ആരോഗ്യം എന്ന് ഇംഗ്ലീഷിൽ എഴുതിക്കേ, ARO എന്നാണ് വരിക. അപ്പോൾ ഈ AR ഉണ്ട് അല്ലേ, AR മേനോൻ. കണ്ടോ, ഇവിടെയും ആരോഗ്യമുണ്ട്, ഡോക്ടർ ആരോഗ്യം നോക്കുന്നു. ആ രീതിയിൽ ഡോക്ടർ AR മേനോൻ ആരോഗ്യം എന്ന് ഓർത്തിരിക്കാം. അടുത്തത് തദ്ദേശ സ്വയംഭരണം കൈകാര്യം ചെയ്തത് PK ചാത്തൻ മാസ്റ്ററാണ്. PK ചാത്തൻ മാസ്റ്റർ. അപ്പോൾ ഇത് നമുക്ക് ജസ്റ്റ് ഓർക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ദേശങ്ങളിലൊക്കെ, നമ്മുടെ സാധാരണ ദേശങ്ങളിലൊക്കെ ചാത്തൻ സേവയൊക്കെ കണ്ടിട്ടുണ്ട് അല്ലേ. ഇപ്പം നഗരപ്രദേശങ്ങളിലല്ല, സാധാരണ പ്രദേശങ്ങളിലൊക്കെ നമ്മുടെ ദേശത്ത് എന്നൊക്കെയുള്ള രീതിയിൽ ജസ്റ്റ് ഒന്ന് ഓർത്താൽ മതി. നമ്മുടെ ദേശങ്ങളിലാണ് ഈ ചാത്തൻ സേവയൊക്കെ കണ്ടിട്ടുള്ളത് എന്നുള്ള രീതിയിൽ തദ്ദേശ സ്വയംഭരണം PK ചാത്തൻ മാസ്റ്റർ എന്ന് ഓർത്തൂടെ. അടുത്തത് വ്യവസായം കൈകാര്യം ചെയ്തത് KP ഗോപാലൻ ആണ് കേട്ടോ. KP ഗോപാലൻ. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടല്ലോ, ഗോപാലൻ. അപ്പോൾ ഒന്നുമില്ലേ പാലിൻ്റെ വ്യവസായം എന്നുള്ള രീതിയിൽ ഓർക്കാം. ഇല്ലെങ്കിൽ നന്ദിലത്ത് ഗോപാലൻ എന്ന് കേട്ടിട്ടില്ലേ, നന്ദിലത്ത് ഗോപാലൻ. അപ്പോൾ നമുക്ക് വ്യവസായവും നന്ദിലത്ത് ഗോപാലൻ എന്നുള്ള രീതിയിൽ ആ വ്യവസായമായിട്ട് കേട്ട് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ അതും കിട്ടിക്കോളും. ഇനി അടുത്തത് നിയമം, ഇലക്ട്രിസിറ്റി എന്നീ വകുപ്പുകൾ കൈകാര്യം ചെയ്തത് VR കൃഷ്ണയ്യർ ആണ്. VR കൃഷ്ണയ്യർ. എങ്ങനെ കണക്ട് ചെയ്യാം? VR എന്ന് പറയുമ്പോൾ നമുക്ക് ഇത് എങ്ങനെയൊന്ന് എഴുതിക്കൂടെ? VR ഈക്വൽ ബിഫോർ ലോ എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടില്ലേ. നിയമത്തിന് മുൻപിൽ നമ്മൾ തുല്യരാണ്. അപ്പോൾ നിയമത്തിന് മുന്നിൽ നമ്മളാണ് തുല്യർ അല്ലേ. ഇപ്പോൾ VR ഈക്വൽ ബിഫോർ ലോ എന്നുള്ള രീതിയിൽ നിയമം VR കൃഷ്ണയ്യറുമായിട്ട് ജസ്റ്റ് കണക്ട് ചെയ്യാം. ഇല്ലെങ്കിൽ കൃഷ്ണയ്യർ എന്ന് എഴുതുമ്പോൾ K വെച്ചിട്ടാണ് പേര് സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ K എന്ന് പറയുമ്പോൾ KSEB ഒക്കെ ആയിട്ട് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാം. അപ്പോൾ ഇലക്ട്രിസിറ്റി നമുക്ക് കിട്ടിക്കോളും. ഓക്കെ, അപ്പോൾ KSEB എന്നുള്ളതിൻ്റെ K ഫോർ കൃഷ്ണയ്യർ, K വെച്ച് നമുക്ക് കണക്ട് ചെയ്യാം. ഇലക്ട്രിസിറ്റി. ഇവിടെ നിയമം VR ഈക്വൽ ബിഫോർ ലോ എന്നുള്ള രീതിയിൽ VR കൃഷ്ണയ്യർ നിയമവുമായിട്ട് കണക്ട് ചെയ്യാം. ഓക്കെ അല്ലേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ കേരളത്തിലെ ആദ്യത്തെ മന്ത്രിസഭയും മന്ത്രിമാരും അവരുടെ വകുപ്പുകളും നമ്മൾ ഈസി ആയിട്ട് ചെറിയ കണക്ഷൻസിലൂടെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ മുഖ്യമന്ത്രി എന്ന് പറയുന്ന ഭാഗം പഠിക്കാനായിട്ട്. ഇനി നമുക്ക് പാർലമെൻറ്റ് പഠിക്കാനുണ്ട്, സുപ്രീം കോടതി പഠിക്കാനുണ്ട്, അതേപോലെ തന്നെ ഹൈക്കോടതി പഠിക്കാനുണ്ട് അല്ലേ. അപ്പോൾ ആ ഭാഗമൊക്കെ നമുക്ക് വിശദമായിട്ട് പഠിക്കാം. അപ്പോൾ വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്